അത് നമ്മൾ ആദ്യമേ തീരുമാനിച്ചത് ഇത് നമ്മൾ ചെയ്യാൻ പോകുന്നൊരു വളരെ കൊച്ചു സിനിമയാണ്. അപ്പോൾ ആ കൊച്ചു സിനിമയുടെ പരിമിതികളിലാണ് നമ്മൾ നിൽക്കാൻ പോകുന്നത്. അപ്പോൾ അങ്കമാലി എന്നുള്ളൊരു സ്ഥലമായിരുന്നു നമ്മുടെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. കാരണം ഞങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുള്ള സ്ഥലമാണ്, ഞങ്ങൾക്ക് എവിടെ കയറി ചെന്നൊരു സഹായം ചോദിക്കാവുന്ന സ്ഥലമാണ്. അപ്പോൾ പരിചിതമായ സ്ഥലങ്ങൾ, സ്ഥാപനങ്ങൾ, അപ്പോൾ അവിടുത്തെ ബാറ്, ഹോസ്പിറ്റല്, ഹോട്ടൽസ്, പള്ളി, മാർക്കറ്റ്. അപ്പോൾ നമുക്ക് വേറൊരു സ്ഥലമായിരുന്നെങ്കിൽ നമുക്ക് ഒരു ഷൂട്ടിങ്ങിന് വളരെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്ന സ്ഥലങ്ങളിൽ നമ്മൾ വളരെ കംഫർട്ടബിളായിട്ട് ഷൂട്ട് ചെയ്തു. അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ അങ്കമാലി മാർക്കറ്റ് പോലുള്ള സ്ഥലത്ത് അത്രയും ആളുകൾക്ക് ഇടയിൽ നിന്ന് ഷൂട്ട് ചെയ്യൽ പ്രാക്ടിക്കലി ഇമ്പോസിബിളാണ്. കാരണം വേറൊന്നുമല്ല, അവിടുത്തെ ഒച്ചയും ബഹളവും രീതികളും കാരണം. പക്ഷേ ഇത് അങ്ങനെ ആയിരുന്നില്ല, നമ്മൾ സ്വന്തം വീട് പോലെ അവിടെ കയറി ഷൂട്ട് ചെയ്യായിരുന്നു. അപ്പോൾ അത്തരത്തിൽ ഒരുപാട് കാര്യങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ളൊരു സിനിമ നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ വളരെ കൊച്ചു ഒരു സിനിമയായിട്ട് തന്നെയാണ് ഇതിനെ ട്രീറ്റ് ചെയ്തത്. അത് സ്ക്രീനിൽ അത് കൊച്ചു സിനിമ ആവുന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ ഞങ്ങൾക്ക് അത് വളരെ കൊച്ചു സിനിമയായിട്ട് തന്നെ ട്രീറ്റ് ചെയ്തത്. അപ്പോൾ രണ്ടാമത്തെ കാര്യം, അപ്പോൾ അത് യൂണിറ്റ് ആയാലും നമ്മൾ ആവശ്യമുള്ള സമയത്താണ് യൂണിറ്റ് യൂസ് ചെയ്തുള്ളൂ. ആളുകളെല്ലാവരും പുതിയ ആളുകളാണ്, ഡ്രസ്സുകളെല്ലാം മോസ്റ്റ്ലി അവർ ഇടുന്ന ഡ്രസ്സുകൾ. അങ്ങനെയൊക്കെ വളരെ വേറെ തരത്തിലുള്ളൊരു കാൻഡിഡ് ആയിട്ടുള്ളൊരു ഫിലിം മേക്കിംഗ് ആണ് ഇതിനുവേണ്ടി ട്രൈ ചെയ്തത്. ഈ സിനിമ ഡിമാൻഡ് ചെയ്യുന്നതും അത്തരത്തിലുള്ളൊരു മേക്കിംഗ് സ്റ്റൈലാണ്. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ വേറൊരു തരത്തിലുള്ള വലിയ സിനിമ നമുക്ക് ഇതുപോലെ മേക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ പിന്നെ പുതിയ ആളുകൾ ആയതുകൊണ്ട് ഉള്ള നമ്മുടെ അഡ്വാൻറ്റേജ് ഉണ്ട്. അപ്പോൾ മോസ്റ്റ്ലി അങ്കമാലിയും ചുറ്റുവട്ടത്തുള്ള ആളുകളാണ്, അവർ ഒക്കെ പ്രാക്ടിക്കലി വീടുകളിൽ നിന്ന് വന്ന ആളുകളായിരുന്നു. വളരെ കുറവ് ആളുകളാണ് വെളിയിൽ നിന്നൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇങ്ങനത്തെ ഒരു സിനിമ ചെയ്യാനായിട്ട് ഒരു ബോൾഡായിട്ടൊരു സ്റ്റെപ്പ് വയ്ക്കാൻ തയ്യാറാവുന്നൊരു പ്രൊഡ്യൂസർ നമുക്ക് സപ്പോർട്ടിന് വേണമായിരുന്നു. അപ്പോൾ അത് ഞാൻ ഒരുപാട് പേരുടെ അടുത്ത് ആക്ച്വലി ഈ പ്രൊജക്റ്റ് സംസാരിച്ചതാണ്. അപ്പോൾ എല്ലാവർക്കും ഇടയും ബേസിക് ഡിമാൻഡ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു 4-5 പേരെ ആർട്ടിസ്റ്റുകൾ ഇട്ടിട്ട് ബാക്കി എല്ലാവരും നമുക്ക് ഫ്രഷേഴ്സിനെ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഹീറോ കഥാപാത്രത്തെ മാത്രം ആർട്ടിസ്റ്റിനെ ഇട്ടിട്ട് ബാക്കി ഫ്രഷേഴ്സിനെ യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ പറഞ്ഞു, ഈ സിനിമ നമ്മൾ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് എല്ലാം പുതിയ മുഖങ്ങൾ വെച്ചിട്ടുള്ള ഒരു സിനിമയായിരിക്കും അത്. അപ്പോൾ അത്തരത്തിലുള്ളൊരു സിനിമയുമായിട്ട് സഹകരിക്കാൻ തയ്യാറായിട്ടുള്ളത് ആരാണോ അപ്പോൾ അവരുമായിട്ട് മുന്നോട്ട് പോകുമെന്നാണ് ഞങ്ങൾ ഡിസൈഡ് ചെയ്തത്. അപ്പോൾ അതിന് നമ്മുടെ അടുത്ത് ആ പ്ലോട്ടിൻ്റെ ഒരു ഡീറ്റെയിൽസ് പോലും ചോദിക്കാണ്ട് അതിനെ ഓക്കെ ചെയ്തത് വിജയ് ബാബുവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ട് അസോസിയേഷനിൽ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു പുള്ളിയുടെ അടുത്ത് ഞാൻ രണ്ടാമത് വെച്ച ഡിമാൻഡ് എനിക്ക് തോന്നുന്നു ഒരു രീതിയിലൊരു പ്രൊഡ്യൂസർ അംഗീകരിക്കുന്ന ഒരു ഡിമാൻഡായിരിക്കില്ല. അപ്പോൾ ഞാൻ പറഞ്ഞത്, വിജയ് ബാബു സെറ്റിലേക്ക് വരേ ചെയ്യരുത് എന്നാണ് രണ്ടാമത് വെച്ച ഡിമാൻഡ്. അത് വേറൊന്നും കൊണ്ടല്ല, അത് ഒരു അഭിപ്രായ വ്യത്യാസങ്ങൾ ഒഴിവാക്കാനായിട്ടാണ്. അപ്പോൾ ഞങ്ങൾക്ക് വളരെ സമാധാനപരമായിട്ട് ഞങ്ങൾക്ക് അങ്കമാലിയിൽ ഷൂട്ട് ചെയ്യാമായിരുന്നു. അപ്പോൾ വിജയ് ആ കണ്ടീഷൻ വിജയ്ക്ക് ഓക്കെ ആയിരുന്നു. അങ്ങനെ കംപ്ലീറ്റ്ലി ഓൾമോസ്റ്റ് ഒരു 2-3 തവണ വന്ന് പോയതല്ലാതെ വിജയ് ഇതിനെപ്പറ്റി എങ്ങനെയാണ് ഈ സിനിമ ഞങ്ങൾ എക്സിക്യൂട്ട് ചെയ്യുന്നത് എന്ന് അന്വേഷിച്ചിട്ടില്ല. ഞങ്ങൾ ആ വിശ്വാസം ഞങ്ങൾ നഷ്ടപ്പെടുത്തിയിട്ടില്ല. ഞങ്ങൾ അത് വൃത്തിക്ക് തന്നെയാണ് എക്സിക്യൂട്ട് ചെയ്തത്. ഒരു സിനിമയായിട്ട് വരുമ്പോഴും വിജയിക്കാണ് ആ സിനിമയിൽ ഏറ്റവും കൂടുതൽ കോൺഫിഡൻസ് ഉള്ളത്. അപ്പോൾ അതൊക്കെ നല്ലൊരു കാര്യമായിട്ട് ഞാൻ വിചാരിക്കുന്നു. അല്ല, സിനിമകൾ ഏത് സിനിമ ചെയ്യുമ്പോഴും നമ്മളത് പൂർണ്ണമായ ഇഷ്ടത്തോടുകൂടിയാണ് ചെയ്യുന്നത്. പക്ഷെ അതിൻ്റെ ഒരു പൂർണ്ണത മിക്കപ്പോഴും നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റാറില്ല. ഈ ഒരു ലാസ്റ്റ് മൊമെൻറ്റ് ഓട്ടപ്പാച്ചിലുണ്ട് നമ്മുടെ ഇൻഡസ്ട്രിയിൽ ഇറങ്ങുന്ന സിനിമകൾക്ക്. അത് എങ്ങനെ ശ്രമിച്ചിട്ടും അവോയ്ഡ് ചെയ്യാൻ പറ്റാത്തതായിരുന്നു. അപ്പോൾ ഞാൻ ഈ ചെയ്ത എല്ലാ സിനിമകൾക്കും ഇതേ പ്രശ്നം തന്നെ സംഭവിച്ചിരുന്നു. അതുകൊണ്ട് തന്നെയാണ് തിയേറ്ററിൽ വരുമ്പോൾ അതിൽ പല ഭാഗങ്ങളും എനിക്ക് ഒട്ടും കൺവിൻസിങ് ആയിരുന്നില്ല. കാരണം നമ്മൾ ആ ഒരു സാഹചര്യത്തിൽ അത് ചെയ്യേണ്ടി വരുന്നതായിരിക്കും. അത് നമ്മൾ സിനിമ കാണാൻ വന്നിരിക്കുന്ന പ്രേക്ഷകന് അത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് കാര്യമില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അവരത് കേൾക്കേണ്ട കാര്യമില്ല. ഞാൻ എന്തുകൊണ്ടാണ് ഇത് ഇങ്ങനെ എടുക്കേണ്ടി വന്നതെന്ന് അവരുടെ അടുത്ത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ അവർ കാണാൻ വന്നിരിക്കുന്നു, അവർ ടിക്കറ്റ് വാങ്ങിക്കുന്നു, അവർ തിയേറ്ററിനകത്ത് വന്നിരിക്കുന്നു. അപ്പോൾ ഇതിനകത്ത് ഗ്രാഫിക്സ് ശരിയായില്ലേ, അല്ലെങ്കിൽ ഇവിടെ എന്താ ഈ ബൈക്ക് യൂസ് ചെയ്യുന്നത് എന്നൊക്കെ ഉള്ള അവരുടെ ഡൗട്ട്സിന് നമുക്ക് ചിലപ്പോൾ ഉത്തരം പറയാൻ പറ്റില്ല ചിലപ്പോൾ. അപ്പോൾ അത് മുൻപ് ചെയ്ത സിനിമകളിൽ അവസാന നിമിഷം ആക്ച്വലി ഒരു സിനിമ കഴിഞ്ഞ് അറ്റ്ലീസ്റ്റ് അതിനൊരു 2 മാസം സ്പേസ് എങ്കിലും നമ്മൾ റിലീസിന് മുമ്പ് കൊടുക്കണം എന്നാണ് എനിക്ക് പേഴ്സണലി പറയാനുള്ളത്. കാരണം നമ്മൾ പ്രൊഡക്ഷന് കൊടുക്കുന്ന ഇമ്പോർട്ടൻസ് ഒരിക്കലും പോസ്റ്റ് പ്രൊഡക്ഷനോ അത് കഴിഞ്ഞിട്ടുള്ള സമയത്തിനോ കൊടുക്കുന്നില്ല, അത് മാർക്കറ്റ് ചെയ്യാനോ കൊടുക്കുന്നില്ല. അപ്പോൾ സംഭവിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ
എടുത്തിട്ടുള്ള എഫേർട്ട് ഒരു പക്ഷേ അത്രയും വലുതായിരിക്കും. പക്ഷെ അത് തിയേറ്ററിൽ എത്തുന്നതിന് മുമ്പ് ആ സിനിമ ഇരുന്ന് ഒരുമിച്ച് കാണാനോ ഇത് എവിടെയാണ് നമുക്ക് റോങ് ആയത്, എവിടെയാണ് റൈറ്റ് ഉള്ളത്, ഇതെങ്ങനെ നമുക്ക് ബെറ്റർ ആക്കാം എന്നുള്ളൊരു ചർച്ചയോ ആ റിലീസിന് മുമ്പുള്ള ആലോചനകളോ തീർത്തും നമ്മുടെ ഇൻഡസ്ട്രിയിൽ ഇല്ല എന്നാണ് എനിക്ക് മനസ്സിലായത്. ഈ സിനിമ എനിക്ക് അങ്ങനെ ചെയ്യാൻ സാധിച്ചു. അതായത് ഞങ്ങൾ സിനിമ പല ആവർത്തി കണ്ടു, ഓരോ തവണ എഡിറ്റ് ചെയ്തു, എന്താണ് നമുക്കിതിലില്ലാത്തത്, എന്താണ് ഇതിൽ ശരിയാക്കാൻ പറ്റുന്നത്, എന്താണ് ബെറ്റർ ചെയ്യാൻ പറ്റുന്നത് ഒക്കെ നമ്മൾ ആലോചിക്കുകയും അതിന് വേണ്ടുന്ന ഇത് മെറ്റീരിയൽ നമ്മൾ ഷൂട്ട് ചെയ്യുകയും ഓരോ തവണയും നമ്മൾ എഡിറ്റ് കഴിഞ്ഞ് അത് അതിൽ നിന്ന് പൂർണ്ണമായിട്ട് കട്ട് ഓഫായിട്ട് ഒരാഴ്ച വെയിറ്റ് ചെയ്ത് പിന്നെയും അതിനെ അനലൈസ് ചെയ്യുകയൊക്കെ ചെയ്യുന്ന ഒരു തരത്തിലുള്ള ഒരു ടീം വർക്ക് ഇതിനകത്ത് നടന്നു. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എല്ലാവരും ഇത്രയും ഈസി ആയിട്ട് ഇത്രയും റിലാക്സ്ഡ് ആയിട്ട് സിനിമയുടെ റിലീസിന് മുമ്പ് ഇരിക്കുന്നത്. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്കൊരു വിശ്വാസമുള്ളത് ഞങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്ന പ്രൊഡക്റ്റ് നല്ലതാണെന്ന് ഉള്ളൊരു വിശ്വാസം ഞങ്ങൾക്കുണ്ട്. അപ്പോൾ അത് ഓഡിയൻസിലേക്ക് എത്തുക, ഏറ്റവും വൃത്തിയിൽ കൊണ്ടെത്തിക്കുക എന്നുള്ള ഒരു പ്രോസസ്സാണ് ഇപ്പോൾ ചെയ്യുന്നത് ആക്ച്വലി. അപ്പോൾ ഇത്തവണ എനിക്ക് തോന്നുന്നു റിലീസിന് ഒരു 5-6 ദിവസം മുമ്പ് പോലെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു. ഞാൻ പറയുന്നത് വലിയൊരു ടൈം ഫ്രെയിം ഇല്ലെങ്കിൽ പോലും ഒരാഴ്ചയെങ്കിലും വളരെ ചിന്തിച്ച് നമുക്ക് എന്ത് ചെയ്യണം, അല്ലെങ്കിൽ സിനിമ ഫൈനലായിട്ടിരുന്ന് കണ്ട് അതിൻ്റെ മാർക്കറ്റിംഗ് പോസിബിലിറ്റീസിനെ കുറിച്ചുള്ള ആലോചനയൊക്കെ നടത്താനുള്ള ഒരുപാട് സ്പേസ് ഇത്തവണ കിട്ടി. അതുകൊണ്ടാണ് ഇത്രയും ഈസി ആയിട്ട് ഇത്തവണ ഇരിക്കാൻ പറ്റുന്നത്. ഇപ്പം എനിക്ക് തോന്നുന്നത്, അതായത് സിനിമ എന്ന് പറയുന്നത് ഒരു ക്രിയേറ്റീവ് ആർട്ട് ഫോമാണ്. അപ്പോൾ ഡെഫിനറ്റ്ലി അതിൻ്റെ ഒരു സൈഡ് ഒരു ബിസിനസ് തന്നെയാണ്. പക്ഷേ നമ്മൾ അത് മാത്രമായി മാറരുതല്ലോ സിനിമ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ സിനിമകളിൽ എനിക്കിഷ്ടപ്പെട്ട് എനിക്ക് ബോധ്യപ്പെടുന്ന സിനിമകൾ, എന്നെ വളരെ എക്സൈറ്റ് ചെയ്യിക്കുന്ന ഈ സിനിമ ആണ് ഓഡിയൻസിന് ഞാൻ കൊടുക്കേണ്ടത്, ഇത്തരത്തിലുള്ള സിനിമയാണ് നമ്മുടെ ഓഡിയൻസ് കാണേണ്ടത് എന്ന് തോന്നിക്കുന്ന തരത്തിലുള്ള സിനിമയാണ് ഞാൻ പേഴ്സണലി വിശ്വസിക്കുകയും ഡയറക്റ്റ് ചെയ്യുകയും ചെയ്യാറുള്ളത്. അപ്പോൾ അതല്ലാത്തത് ഒന്നും തന്നെ ഞാൻ ചെയ്യാതിരിക്കാൻ ശ്രമിക്കും. അപ്പോൾ അതിനർത്ഥം ഓക്കെ ഓഡിയൻസ് ഇങ്ങനെയാണ് വിചാരിച്ചിരിക്കുന്നത്, ഞാൻ അന്ന് ഇത്തരത്തിലുള്ള സിനിമ എടുത്ത് ഹിറ്റാക്കിയേക്കാം എന്ന് വിചാരിച്ച് നമ്മളൊരു സിനിമ എടുക്കുന്നതിൽ എന്ത് അർത്ഥമുള്ളൂ? എന്ത് പുതിയ എക്സ്പീരിയൻസാണ് ഓഡിയൻസിന് ഡയറക്ടർ കൊടുക്കുന്നത് അങ്ങനെ ഒരു സിനിമ ഉണ്ടാക്കുന്നത്? അത് എൻ്റെ അടുത്ത് പല ആളുകളും ചോദിച്ചിട്ടുള്ള എന്തുകൊണ്ട് ആമേൻ 2 ചെയ്യുന്നില്ല. ഞാൻ പറഞ്ഞാൽ ആമേൻ സിനിമ കഴിഞ്ഞല്ലോ, ഇനിയിപ്പോൾ നമുക്ക് വേറെ സിനിമ, ഇപ്പോൾ ആമേൻ പോലൊരു സിനിമ ഏതെങ്കിലും കാര്യത്തിൽ അത്രയും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എൻ്റെ മുമ്പിൽ വരികയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്നല്ലാതെ നമ്മളിപ്പോഴേ ആമേൻ 2 പ്ലാൻ ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ അത്രേ ഉള്ളൂ. ഇത് ഓരോ സിനിമയും മുമ്പ് ചെയ്തതെന്ന് ഡിഫറെൻ്റ് ആയിട്ടൊരു എക്സ്പീരിയൻസ് ഓഡിയൻസിന് കൊടുക്കാൻ നമ്മൾ ശ്രമിക്കുന്നു. അതല്ലാതെ നമ്മളതിൻ്റെ വേറൊരു ആസ്പെക്റ്റ് മാക്സിമം കാണാതിരിക്കുക, അത് ശ്രദ്ധിക്കാനുള്ള ആളുകൾ വേറെ ഉണ്ടല്ലോ. അപ്പോൾ ചെയ്യട്ടെ.